ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി. സർ, ഈ സഭയിലെ പ്രമുഖരായ അംഗങ്ങൾ തന്നെയാണ് ഈ ധനാഭ്യർത്ഥനയുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ പങ്കാളിയായത്. നമ്മുടെ സഭയിലെ മിക്കവാറും എല്ലാവരും തന്നെ കൃഷിയെയും കാർഷിക മേഖലയെയും നല്ലവണ്ണം പിന്തുണയ്ക്കുന്നവരും പിൻബലം നൽകുന്നവരുമാണ് എന്ന കാര്യം സന്തോഷകരമായ കാര്യമാണ്. നമ്മുടെ കേരളത്തിൻ്റെ കാർഷിക മേഖലയുടെ സമഗ്രമായ ഒരു വികസനവും മുന്നേറ്റവും എന്ന് തന്നെയാണ് ഈ സർക്കാരും ലക്ഷ്യം വെച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് തയ്യാറാക്കിയ പ്രകടന പത്രികയിൽ നിർദ്ദേശിച്ചിരുന്ന കാര്യങ്ങൾ സമയബന്ധിതമായി നടപ്പിലാക്കുക എന്നതാണ് വകുപ്പ് കണക്കാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രകടന പത്രികയ്ക്ക് പുറത്തു പറഞ്ഞ കാര്യങ്ങളും ഈ കാലയളവിനുള്ളിൽ നടപ്പിലാക്കാനായി എന്നുള്ളത് സന്തോഷകരമായ ഒരു അനുഭവവുമാണ്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിളകൾ, അതിന് ചില ചർച്ചകളെല്ലാം അവിടെ ഉണ്ടായി. നെല്ലിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമുക്ക് ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞു. എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കണക്ക് പ്രകാരം തന്നെ 2021 ഏതാണ്ട് 3091 കിലോഗ്രാം പെർ ഹെക്ടർ ആയിരുന്നിടത്ത് നിന്ന് 3708 കിലോഗ്രാം പെർ ഹെക്ടറിലേക്ക് നമുക്കതിനെ എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു വലിയ നേട്ടമായി തന്നെയാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ നെല്ലിൻ്റെ കാര്യത്തിൽ, അതിൻ്റെ സംഭരണത്തിൻ്റെ കാര്യത്തിലുമെല്ലാം ഫലപ്രദമായി ഇടപെടാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. ആനുകൂല്യങ്ങൾ നൽകുന്നതിനെക്കുറിച്ചുള്ള സൂചിപ്പിച്ചു. നെല്ലിൻ്റെ സംഭരണത്തിൻ്റെ കാര്യത്തിൽ ചെലവഴിക്കുന്ന തുകയ്ക്കപ്പുറത്തേക്ക് വിവിധങ്ങളായ ആനുകൂല്യങ്ങൾ കേരളം നൽകുന്നു എന്നുള്ളത് അഭിമാനത്തോടു കൂടി തന്നെ നമുക്ക് പറയാൻ കഴിയും. ഏതാണ്ട് 7273 കോടി രൂപയുടെ നെല്ലാണ് ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം സംഭരിച്ചിട്ടുള്ളത്. ഇതേ കാലയളവിൽ തന്നെ 269 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ ആ മേഖലയിലെ കർഷകർക്ക് ഈ 4 വർഷക്കാലത്തിനിടയിൽ നൽകാനായിട്ടുണ്ട്. ഇത് ഒപ്പം തന്നെ പറയാൻ കഴിയുന്നത് നമ്മുടെ നെൽവയലുകളുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിന് വേണ്ടി 257 കോടിയിലധികം രൂപ വിനിയോഗിക്കാനും ഈ ഗവൺമെൻറ് കാലത്ത് തന്നെ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതും പ്രത്യേകമായി പറയേണ്ടുന്ന കാര്യമാണ്. നാളികേരം നമ്മുടെ മറ്റൊരു സുപ്രധാനമായ വിളയാണ്. നാളികേരത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ പുറകോട്ടേക്ക് ആയിരുന്നു. കേരളത്തേക്കാൾ മുന്നണിയിൽ വന്ന സംസ്ഥാനങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. നമ്മുടെ മുമ്പിലൊരു വലിയ പ്രതിസന്ധിയും പ്രയാസവുമെല്ലാമായിരുന്നു അത്. ചൂണ്ടിക്കാണിക്കപ്പെട്ടതുപോലെ രോഗങ്ങൾ, ചെമ്പൻ ചെല്ലിയും കൊമ്പൻ ചെല്ലിയുമെല്ലാം സൃഷ്ടിക്കുന്ന ദുരിതങ്ങൾ കേര കർഷകരെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ പ്രയാസമായി നിലനിന്നിരുന്നതാണ്. നാളികേര ഉൽപ്പാദനത്തിൻ്റെ കാര്യത്തിലൊരു വർധന ഉണ്ടാക്കുകയും നാളികേര കൃഷിക്കാരെ സഹായിക്കുകയും ചെയ്യുക എന്നുള്ളതിനെ ഈ ഗവൺമെൻറ്റുകൾ ഈ കഴിഞ്ഞ 8.5 വർഷക്കാലമായി നല്ലവണ്ണം ആ കാര്യത്തിൽ പിന്തുണയും പിൻബലവും ആ മേഖലയ്ക്ക് നൽകി. ഈ ഗവൺമെൻറ് തന്നെ ഏതാണ്ട് 153 കോടി രൂപ ഈ മേഖലയ്ക്കായി തന്നെ ചെലവഴിച്ചു എന്നുള്ളതും 232 കേര ഗ്രാമങ്ങൾ ഇന്ന് കേരളത്തിൽ യാഥാർത്ഥ്യമായിട്ടുണ്ട് എന്നുള്ളതും അഭിമാനത്തോടു കൂടി പറയാൻ കഴിയുന്ന കാര്യമാണ്. അപ്പോൾ നമുക്ക് നാളികേരത്തിൻ്റെ കാര്യത്തിൽ അതുകൊണ്ട് ഈ പണമെല്ലാം ചെലവഴിക്കുകയും കേര ഗ്രാമങ്ങൾ ഉണ്ടാവുകയും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഇതിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച് വിപണനം നടത്തുകയും ചെയ്യുന്ന പദ്ധതികൾ കൃത്യതയോടുകൂടി എന്നവണ്ണം ആവിഷ്കരിച്ച് നടപ്പിലാക്കിയപ്പോഴേക്കും ശ്രദ്ധയും കർഷകർ ഈ രംഗത്തെ കൊടുക്കാൻ തുടങ്ങി, തെങ്ങിനെ പരിചരിക്കാൻ തുടങ്ങി. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നമുക്ക് 6228 തേങ്ങ ഒരു ഹെക്ടറിൽ നിന്ന് ലഭ്യമാവുന്ന തരത്തിലേക്ക് എത്തി. അത് 2021 കണക്കാണെങ്കിൽ 23-24 7211 നാളികേരം പെർ ഹെക്ടർ എന്ന തരത്തിലേക്ക് എത്തി. ഇതൊക്കെ നമുക്ക് ഈ മേഖലയുമായി ബന്ധപ്പെട്ട് നടത്തിയ ഇടപെടലുകളുടെ ഭാഗമായി ഉണ്ടായ നേട്ടങ്ങൾ തന്നെയാണ്. നമ്മൾ പച്ചക്കറിയുടെ കാര്യത്തിലാണ് നമുക്ക് നല്ല ഒരു മെച്ചമുണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞത്. കഴിഞ്ഞ കാലങ്ങളെല്ലാം അപേക്ഷിച്ചൊരു വലിയ നേട്ടം നമുക്ക് ഈ കാര്യത്തിൽ ഉണ്ടാക്കാനായി എന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പറയേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. 2015-16 കാലഘട്ടത്തിലുണ്ടായിരുന്ന ഒരു 6 ലക്ഷം ടണ്ണിൻ്റെയൊക്കെ കണക്കിനകത്തു നിന്ന് ഈ കഴിഞ്ഞ കണക്കെടുക്കുമ്പോഴേക്കും നമുക്ക് ഏതാണ്ട് 17 ലക്ഷത്തിലധികം ടൺ പച്ചക്കറി ഒരു വർഷക്കാലം കൊണ്ട് കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന തരത്തിലേക്ക് എത്താൻ കഴിഞ്ഞു എന്നുള്ളത് കേരളം നേടിയ അഭിമാനകരമായ നേട്ടമായി തന്നെ കണക്കാക്കേണ്ടതാണ്. അത് ഒരു സർക്കാരിൻ്റെ മാത്രമായല്ല, ഒരു വലിയ ഇടപെടൽ എല്ലാവരുടെയും ഭാഗത്തു നിന്നുണ്ടായതിൻ്റെ ഫലമായിട്ടുണ്ടായതാണ്. സംസ്ഥാനത്തെ കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ട അനുബന്ധ വകുപ്പുകൾ, സംസ്ഥാന സർക്കാരിൻ്റെ വിവിധങ്ങളായ വകുപ്പുകൾ, നമ്മുടെ എല്ലാ ജനപ്രതിനിധികൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, മറ്റ് സംവിധാനം എല്ലാവരും ഫലപ്രദമായി ഇടപെട്ടതിൻ്റെ ഭാഗമായിട്ടാണ്
നമുക്കൊരു വലിയ മെച്ചത്തിലേക്ക് പച്ചക്കറി ഉൽപ്പാദനത്തിൻ്റെ കാര്യത്തിൽ എത്താൻ കഴിഞ്ഞത്. 21-22 മുതൽ ഈ ഗവൺമെൻറ് കാലത്ത് 67 ടൺ പച്ചക്കറി വിത്തുകൾ നമ്മൾ ഈ തരത്തിൽ വിതരണം ചെയ്യാൻ കഴിഞ്ഞു. 243.45 ലക്ഷം പച്ചക്കറി തൈകൾ നമ്മൾ വിതരണം ചെയ്തു. 34 ലക്ഷം ഫലവർഗ ഗ്രാഫ്റ്റുകൾ നമ്മൾ നൽകി. നമ്മൾ കൊടുക്കുന്ന വിത്തുകളൊന്നും മുളയ്ക്കുന്നില്ല എന്നൊക്കെ സഭയിൽ ഒരു എതിർകക്ഷിയോടെ ഒരു ഗവൺമെൻറ് അല്ലേ എന്നുള്ളതിൻ്റെ പേരിൽ പറയുന്നിടത്താണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തത്. ഇതെല്ലാം മുളയ്ക്കാതെ പോയതാണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ നേട്ടമൊന്നും ഉണ്ടാക്കാൻ കഴിയുമായിരുന്നില്ല. കേരളത്തിലെ നിരവധിയായ മാധ്യമ സ്ഥാപനങ്ങൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് സംസ്ഥാന സർക്കാരിൻ്റെ കൂടി സഹായത്തോടുകൂടി അവരുടെ വരിക്കാരിലേക്കല്ല വായനക്കാരിലേക്കെല്ലാം അവർ ഈ വിത്തുകൾ എത്തിക്കുന്നുണ്ട്. ആ വിത്തിലേക്ക് ഗുണമേന്മയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ആ പദ്ധതി വീണ്ടും വീണ്ടും തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നതെല്ലാം. നമ്മുടെ സർവകലാശാലയാണെങ്കിൽ അത്യുൽപാദന ശേഷിയുള്ള 82 ഇനം പച്ചക്കറി വിത്തുകളാണ് ഈ കാലയളവിനുള്ളിൽ വികസിപ്പിച്ച് വിതരണം ചെയ്തത്. നമ്മുടെ പച്ചക്കറി തൈകളെല്ലാം അതിന് ഗുണമേന്മ ഉറപ്പുവരുത്താൻ വേണ്ടി സർവകലാശാല തന്നെ ഒരു ഗ്രാഫ്റ്റിങ്ങിന് വേണ്ടിയിട്ട് റോബോട്ടിക് മിഷൻ കേരള കാർഷിക സർവകലാശാല തയ്യാറാക്കി. അതിൻ്റെ ഭാഗമായിട്ട് തൈകൾ ഗുണമേന്മയുള്ള തൈകൾ തന്നെ കർഷകരിലേക്ക് എത്തിക്കാൻ നമുക്ക് ആവുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടങ്ങളായി തന്നെയുണ്ട്. ഞങ്ങൾ കൃഷി വകുപ്പിൻ്റെ ഈ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് പ്ലാൻ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചു. നമുക്കുള്ള കുറേ ശക്തിയും ദൗർബല്യങ്ങളും പോരായ്മകളും എല്ലാം ഉണ്ട്. സാധാരണ ഇതിൽ പറയുന്ന ഒരു സോട്ട് അനാലിസിസ്, സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി ആൻഡ് ത്രെട്ട്. ഈ ഒരു സോട്ട് അനാലിസിസ് കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ട് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടാണ് ഈ പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ നീങ്ങിയത്. എന്താണ് നമ്മുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത്? നമ്മുടെ ഒരു കാലാവസ്ഥയാണ്, നമ്മുടെ മണ്ണിൻ്റെ പ്രത്യേകതയാണ്, നമ്മുടെ ഭൂപ്രകൃതിയാണ്, നമ്മുടെ മഴക്കാലം, നമ്മുടെ പശ്ചിമഘട്ടത്തിൻ്റെ സാന്നിധ്യം. ഇതെല്ലാം കേരളത്തിൻ്റെ ഇവിടെ ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾക്ക് മറ്റിടങ്ങളെക്കാൾ കൂടുതലായി ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ള ഒരു വലിയ പ്രത്യേകത, വലിയൊരു കരുത്താണ് നമുക്കെല്ലാം ഉള്ളത്. എന്നാൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. കാലാവസ്ഥയുടെ വ്യതിയാനം, പ്രകൃതി ദുരന്തങ്ങൾ, ഇവിടെ ഒരുപാട് അംഗങ്ങൾ ആവർത്തിച്ച വന്യമൃഗശല്യം, ചിലപ്പോഴൊക്കെ വില ലഭ്യമാവാതെ ഇരിക്കുന്നത്, നമുക്ക് കൃത്യമായ എന്നവണ്ണം വിളവെടുപ്പാനന്തര പരിപാലനം നടത്താൻ കഴിയാതെ പോകുന്നത്, ഇതൊക്കെ നമ്മുടെ മുമ്പിലുള്ള ഒരുപാട് ത്രെട്ടുകളും അല്ലെങ്കിൽ ഭീഷണികളൊക്കെ ആയിട്ട് നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്ന പ്രശ്നം. ഇതിനെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് പരിപാടികൾ ആസൂത്രണം ചെയ്യണമെന്ന് വെച്ചാൽ അവരുടെ ചോദ്യോത്തര വേളയിൽ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ആവർത്തിക്കുന്നില്ല. ഒരു സോട്ട് അനാലിസിസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ മെച്ചവും നമ്മുടെ കരുത്തും നമ്മുടെ പോരായ്മകളും കൃത്യമായ എന്നവണ്ണം അവലോകനം ചെയ്തുകൊണ്ട് പരിപാടി നടപ്പിലാക്കിയപ്പോഴാണ് നമ്മൾ ദ്വിതീയ കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം കൊടുക്കണം എന്ന് തീരുമാനിച്ചത്. സെക്കൻഡറി അഗ്രികൾച്ചറിന് കാലങ്ങളായി നമ്മൾ അങ്ങനെ ഒരു പ്രാധാന്യം കൊടുത്തിരുന്നില്ല. ഉൽപ്പാദിപ്പിക്കുക, അത് വിപണനം ചെയ്യുക, വിളകൾ അല്ലെങ്കിൽ തൈകൾ നടുന്നു, പരിചരിക്കുന്നു, വിളവെടുക്കുന്നു, വിൽക്കുന്നു എന്നുള്ളതൊരു പ്രാഥമിക ഘട്ടം മാത്രമാണ്. ഇതിൽ മാത്രമാണ് ഏറ്റവും കൂടുതലായി നമ്മൾ കേന്ദ്രീകരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇതിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമേ കർഷകർക്ക് കൂടുതൽ മെച്ചപ്പെട്ട വരുമാനത്തിലേക്ക് എത്താൻ കഴിയുള്ളൂ. അതിലെത്തുന്നതിനാണ് സെക്കൻഡറി അഗ്രികൾച്ചർ എന്ന് പറയുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, അതിൻ്റെ വിപണനം, ഇതിൻ്റെ ലോജിസ്റ്റിക്സ്, കോൾഡ് ചെയിൻ സംവിധാനങ്ങൾ, ഇതെല്ലാം ഉറപ്പാക്കിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് മെച്ചപ്പെടുത്തി കൊണ്ടുപോകാൻ കഴിയും. സാർ, കേരളത്തിൻ്റെ നിയമസഭയിൽ ഒരു കാര്യം പറയാൻ കൂടി ആഗ്രഹിക്കുന്നത്, വിളവെടുപ്പാനന്തര നഷ്ടത്തെക്കുറിച്ചൊരു കണക്ക് ഞങ്ങൾ എടുത്തു. 1500 കോടിക്ക് മുകളിലാണ് ഒരു വർഷം ഒരു വിളവെടുത്തു കഴിഞ്ഞാൽ അത് ഉപയോഗിക്കാൻ കഴിയാതെ പോകുന്നതിൻ്റെ പേരിലുണ്ടാവുന്ന നഷ്ടം. ഈ 1500 കോടി രൂപയിൽ ഒരു വർഷത്തിൽ 1400 കോടി രൂപ കർഷകനുണ്ടാവുന്ന നഷ്ടം തന്നെയാണ്. വിളവെടുപ്പാനന്തര പരിപാലനം എന്നുള്ളത് കേവലമായി പറഞ്ഞു പോകേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ സെക്കൻഡറി അഗ്രികൾച്ചറിൻ്റെ ഭാഗത്ത് വരുന്നതാണല്ലോ. ഇതിന് കൃത്യമായിട്ട് ഇടപെടലുകൾ ഉണ്ടായാൽ ഈ നഷ്ടം കർഷകൻ്റെ വരുമാനത്തിൽ അവരുടെ വരുമാന വർധനവായി തന്നെ പ്രതിഫലിക്കുന്നതാണ്. ഈ കാര്യത്തിലെല്ലാം കൃത്യമായെന്നുള്ള ഒരു ഇടപെടലിലേക്കാണ് നമ്മൾ നിൽക്കുന്നത്. ഇതിൽ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് കേരള അഗ്രോ ബിസിനസ് കമ്പനി യാഥാർത്ഥ്യമായത്. സർ, ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു അഗ്രോ ബിസിനസ് കമ്പനിക്ക് കേരളത്തിൽ തുടക്കം കുറിക്കാൻ കഴിഞ്ഞത്. സിയാൽ മാതൃകയിൽ 33% സർക്കാർ ഓഹരിയോടുകൂടി അത്തരൊരു കമ്പനി വന്നു. ആ കമ്പനി ആദരണീയനായ ശ്രീ കടകംപള്ളി സുരേന്ദ്രനോട് ഞങ്ങൾ ഒന്നിച്ചാണ് പോയി അതിൻ്റെ തറക്കല്ലിടിയിൽ നടത്തിയത്. അതിൻ്റെ ആസ്ഥാനം, അതോടൊപ്പം തന്നെ ഒരു എക്സ്പോ അഗ്രി പാർക്ക് വരികയാണ് അവിടെ. ആനേറയിൽ 72 കോടി രൂപ മുടക്കി അതിൻ്റെ പണിയിലേക്ക് ആരംഭിച്ചിരിക്കുകയാണ്. ഈ 2025 സെപ്റ്റംബറോട് കൂടി അത് പൂർണ്ണമായി സജ്ജമാക്കാനാണ് ആലോചിച്ചിരിക്കുന്നതെല്ലാം. ഇപ്പോൾ കേരളത്തിൽ പുതിയ അനുഭവമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ സെക്കൻഡറി അഗ്രികൾച്ചറിൻ്റെ ഭാഗമായിട്ട് കൂടി ഇത് വരുമ്പോൾ നമ്മുടെ കർഷകർക്ക് ഏറ്റവും വലിയ പിന്തുണയും പിൻബലവും സഹായവും ചെയ്യുന്ന തരത്തിലേക്ക് ഒരു അഗ്രി പാർക്ക്, ഒരു അഗ്രി എക്സ്പോ പാർക്ക് മാത്രമായി കഴിയില്ല. അവിടെയാണെങ്കിൽ നമ്മൾ ഒരു എക്സിബിഷൻ കം സെയിൽ സെൻറ്റർ കേവലമായി നമ്മൾ കണക്കാക്കുന്ന ഒരു സെൻറ്ററിനപ്പുറത്തേക്ക് 365 ദിവസവും നമ്മുടെ നാട്ടിലെ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ പുറം നാടുകളിലേക്ക് എത്തിക്കാൻ ഉപകരിക്കുന്ന തരത്തിൽ അതിൻ്റെ പ്രദർശനത്തിൻ്റെയും വിപണനത്തിൻ്റെയും സംവിധാനം ഒരുക്കുന്നതും അതും ഇന്ത്യയിൽ ആദ്യമായിട്ടാണ്.
65,000 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിലാണ് ആ സംവിധാനം കേരളത്തിൽ ഒരുങ്ങുന്നത് എന്ന പ്രത്യേകതയുണ്ട്. ആനയറയെ കൂടാതെ തന്നെ മരടും വേങ്ങേരിയിലും ഇതേപോലെയുള്ള അഗ്രി എക്സ്പോ പാർക്കുകൾ രൂപം കൊള്ളും. കാർഷിക സർവകലാശാലയുടെ ഭാഗമായിട്ടുള്ള അമ്പലവയൽ, കുമരകം, പിലിക്കോട് എന്നിവിടങ്ങളിലും ഇതേപോലുള്ള ഈ സെൻ്ററുകൾ യാഥാർത്ഥ്യമായി തീരും. നമുക്ക് വിളവെടുപ്പാനന്തര നഷ്ടത്തെ കുറച്ചുകൊണ്ടുവരികയും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ കൂടുതലായി ഇറങ്ങുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. ഞങ്ങൾ പറഞ്ഞു നമുക്ക് ഒരു കൃഷിഭവനിൽ നിന്ന് ഒരു ഉൽപ്പന്നം എന്ന തരത്തിൽ ഉണ്ടാവണം എന്ന്. മൂല്യവർദ്ധിത ഉൽപ്പന്നം 1076 കൃഷിഭവനുകളിൽ നിന്ന് ഒരു 1000 ഉൽപ്പന്നം ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ കണക്കൂട്ടിയതെങ്കിൽ ഇപ്പോൾ 2000 ഉൽപ്പന്നങ്ങളിൽ കൂടുതലായിട്ടുണ്ട്. സർ, 2026 കേരളത്തിൽ 4000 ഉൽപ്പന്നങ്ങളിൽ കൂടുതൽ നമുക്ക് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ആ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്ക് കേരള അഗ്രോ എന്നൊരു ബ്രാൻഡ് നെയിം കൊടുത്തു. അതും നമ്മുടെ മുമ്പിൽ വേറെ അനുഭവങ്ങളൊന്നും ഇല്ലായിരുന്നു. കേരളത്തിൽ ഇന്ത്യയിലും ആദ്യമായിട്ടായിരുന്നു. ഇതെവിടെ വിൽപ്പന നടത്തും? ഇന്ന് കേരളത്തിൽ 14 ജില്ലകളിൽ സർക്കാരിൻ്റെ കൂടി സഹായത്തോടു കൂടി കേരള അഗ്രോ ബ്രാൻഡഡ് ഷോപ്പുകൾ തുടങ്ങാൻ തീരുമാനത്തിൽ 11 തുടങ്ങിക്കഴിഞ്ഞു. തിരുവനന്തപുരത്തെ ഉള്ളൂരിലാണ് കേരള അഗ്രോയുടെ ബ്രാൻഡഡ് ഷോപ്പ് ഉള്ളത്. അത്യന്താധുനിക സംവിധാനവും സൗകര്യങ്ങളും എല്ലാമുള്ള സ്ഥലത്ത് തന്നെയാണ് കേരളത്തിലെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ അത് വിൽപ്പനയ്ക്കായി വെച്ചിരിക്കുന്നത്. നല്ല തരത്തിലേക്ക് അതിന് മുമ്പോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയുന്നുണ്ട്. ഇത് കേരളത്തിൽ ഞാൻ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമായി തന്നെ നമുക്ക് കണക്കാക്കാം. കാലാവസ്ഥയുടെ വ്യതിയാനം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതലായി ബാധിക്കുന്ന നമ്മുടെ കാർഷിക മേഖലയാണ്. അങ്ങനെ കാർഷിക മേഖലയെ ബാധിക്കുമ്പോൾ അതിലിടപെടൽ അത്യന്താപേക്ഷിതമാണ്. ഇവിടെ നേരത്തെ കുട്ടനാട് MLA പറഞ്ഞു, കുട്ടനാടിൻ്റെ ബണ്ടുകൾ നമുക്ക് അല്ലെങ്കിൽ വരമ്പുകൾ ബണ്ടുകൾ അല്ലെങ്കിൽ ബണ്ടുകൾ ശക്തിപ്പെടുത്തി ട്രാക്ടർ റോഡുകൾ സംവിധാനം ഉണ്ടാകും, മടവീഴ്ച ഉണ്ടാകുന്നു, വേലിയേറ്റത്തിൻ്റെയും വേലിയിറക്കത്തിൻ്റെയും കാരണങ്ങളെക്കുറിച്ച് പറഞ്ഞു. സർ, കാലാവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. IPCCയുടെ മുന്നറിയിപ്പുകൾ കേരളം ഒരു സുരക്ഷിതമായ കേന്ദ്രത്തിലല്ല എന്ന് നമ്മളോട് വീണ്ടും 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 പറയുന്നുണ്ട്. അപ്പോൾ വലിയ പ്രതിസന്ധിയും പ്രയാസവും ഉണ്ടാകുന്നു. അതുകൊണ്ട് കൃഷി ഒരിക്കലും നമുക്ക് മാറ്റിവെക്കാൻ കഴിയുന്നൊരു കാര്യമല്ല. 2050 ആകുമ്പോഴേക്കും 1000 കോടി ജനസംഖ്യയിലെത്തുമ്പോൾ ഇപ്പോൾ ഉള്ളതിനേക്കാൾ 70% ഭക്ഷണം കൂടുതലായി ഉൽപ്പാദിപ്പിച്ചേ മതിയാവുകയുള്ളൂ എന്നാണ് ശാസ്ത്രീയമായ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ പറയുന്നതല്ല. അപ്പോൾ ഇതിന് 594 മില്യൺ ഹെക്ടർ കൃഷിസ്ഥലം നമുക്ക് കൂടുതലായി വേണ്ടിവരും. ഇതെല്ലാം നമ്മുടെ മുമ്പിലുള്ള പ്രതിസന്ധികളും മറ്റുമാവുന്നിടത്ത് ഭക്ഷണം ഒഴിവാക്കാൻ ഒക്കില്ലല്ലോ നമുക്ക്. നോട്ടുകൾ അല്ലെങ്കിൽ പണം ഭക്ഷിക്കാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ടും നോട്ട് ഭക്ഷിക്കാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ടും ഭക്ഷണം ഉൽപ്പാദിപ്പിച്ചേ മതിയാവുള്ളൂ. അതിൻ്റെ പ്രക്രിയ കൃഷി തന്നെയാണ്. ഭൂരിപക്ഷത്തിന് വേണ്ടി ന്യൂനപക്ഷം ഭക്ഷ്യവിളകൾ ഭക്ഷ്യസാധനം ഉൽപ്പാദിപ്പിക്കുന്ന മഹത്തരമായ ഒരു കർമ്മമാണ് കൃഷി എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ. അപ്പോൾ ആ കൃഷിക്ക് ആ പ്രാധാന്യം കൊടുക്കുമ്പോൾ കാലാവസ്ഥ വ്യതിയാനം, ഈ പ്രതിസന്ധികളെല്ലാം ഉണ്ട്. നേരത്തെ പറഞ്ഞ നമ്മുടെ മുമ്പിലുള്ള ത്രട്സിൻ്റെ കൂട്ടത്തിൽ വരുന്നതാണ് അതെല്ലാം. എങ്ങനെയാണ് ഈ പ്രശ്നത്തെ മറികടക്കാൻ നോക്കുക? ഞങ്ങൾ അങ്ങനെയാണ് കേര എന്നൊരു പദ്ധതിയിലേക്ക് നീങ്ങിയത്. ആ കേര പദ്ധതി 2365 കോടി രൂപയുടെ കേര പദ്ധതി അംഗീകാരമുണ്ട്. ഞാൻ നേരത്തെ ഈ സഭയിൽ പറയുകയുണ്ടായി. സാർ, ഈ ഏപ്രിൽ മാസത്തിൽ 2365 കോടി രൂപയുടെ കേര പദ്ധതി കേരളത്തിൽ ഔപചാരികമായി ആരംഭിക്കാൻ പോവുകയാണ് എന്ന കാര്യം കൂടി അറിയിക്കട്ടെ. സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതമുണ്ട്. ചിലരെല്ലാം ചോദിച്ചു, സഭയിൽ ചോദിച്ചവരുണ്ട്, അല്ലാതെ ചോദിച്ചവരുണ്ട്. 700 കോടിയോളം രൂപ നിങ്ങൾ ബജറ്റിൽ നീക്കി വെച്ചിരിക്കുന്നു. നിങ്ങൾക്ക് എങ്ങനെ പൈസ കിട്ടുമോ? സംസ്ഥാന സർക്കാരിന് വലിയ പ്രതിസന്ധി എല്ലാം അല്ലേ? സാർ, ഞങ്ങൾ ആ പൈസ ഉണ്ടാക്കാനുള്ള നല്ല ശ്രമത്തിലേക്ക് ഏർപ്പെട്ടു. നബാർഡുമായി ചർച്ച ചെയ്തു. റിയാസിൻ്റെ പദ്ധതിക്കകത്ത് ഉൾപ്പെടുത്തി ആ തുക പൂർണ്ണമായി സംസ്ഥാന വിഹിതത്തിൻ്റെ പൂർണ്ണമായി അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ അർത്ഥത്തിലും ഈ 2365 കോടി രൂപയുടെയും പരിപാടികൾ കേരളത്തിൽ കാർഷിക മേഖല നടപ്പിലാക്കാൻ പറ്റും. 4 ലക്ഷം കർഷകർക്ക് നേരിട്ട്, 10 ലക്ഷത്തിലധികം കർഷകർക്ക് പരോക്ഷമായും പ്രയോജനപ്പെടുന്ന തരത്തിലേക്ക്. നെല്ലിനൊക്കെ 500 കോടിയോളം രൂപയാണ് ആ ഭാഗത്തേക്ക് നീക്കി വെച്ചിരിക്കുന്നത്. റബ്ബറിൻ്റെ കാര്യത്തിൽ ഉണ്ട്, ഏലത്തിൻ്റെ കാര്യത്തിലുണ്ട്. നമ്മുടെ ഈ തോട്ടവിളകളുടെയും നമ്മുടെ നെല്ലും തേങ്ങയും അടക്കമുള്ള ഇനങ്ങൾക്ക് ഉൾപ്പെടെ സഹായം എത്തിക്കാൻ കഴിയുന്ന തരത്തേക്ക് കേര പദ്ധതി യാഥാർത്ഥ്യമാകുന്നു. സാർ, കഴിഞ്ഞ 40 വർഷക്കാലത്തിനിടയിൽ ഇതാദ്യമായിട്ടാണ് സംസ്ഥാന കൃഷി വകുപ്പിന് ഇത്തരത്തിലൊരു പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ കഴിയുന്നത് എന്ന പ്രത്യേകതയും. ഇതൊക്കെ കേരളത്തിലെ കാർഷിക മേഖലയോട് ഈ സർക്കാർ ഗൗരവതരമായ സമീപനം സ്വീകരിക്കുന്നു എന്നുള്ളതിൻ്റെ ഭാഗം തന്നെയാണ്. സർ, കർണാടകയിൽ നമുക്കൊരു ബനാന ഹണി പാർക്കുണ്ട്. അതിൻ്റെ EOI ക്ഷണിച്ചു കഴിഞ്ഞു. ഈ വർഷം തന്നെ അത് പൂർണ്ണമായ സജ്ജമാകുന്ന തരത്തിൽ. ഇതിനൊപ്പം കർഷകർക്ക് നല്ല പിന്തുണയും പിൻബലവും കൊടുക്കേണ്ട ഒന്നാണ് കേരളത്തിൻ്റെ കാർഷിക സർവകലാശാല എന്നുള്ളത്. കാർഷിക സർവകലാശാല പേറ്റൻറ്റ് എടുത്ത് 15 ഇനങ്ങൾക്ക് കാർഷിക സർവകലാശാലയ്ക്ക് പേറ്റൻറ്റ് കിട്ടിയെന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. ഒരിക്കൽ ഇവിടെ തന്നെയും ചോദിച്ചു, നമ്മുടെ റാങ്കിങ്ങിൽ വളരെ പുറകോട്ട് പോവുകയായി അല്ലേ എന്നെല്ലാം ചോദിച്ചു. നമുക്ക് റാങ്കിങ്ങിൽ കുറച്ച് പുറകോട്ട് പോയ അനുഭവം തന്നെയാണ്. 26-ലായിരുന്നു നമ്മുടെ റാങ്കിങ് ഉണ്ടായിരുന്നത്. സാർ, ഇപ്പോൾ അത് 15ാമത്തെ റാങ്കിലേക്ക് കേരള കാർഷിക സർവകലാശാല എത്തിക്കാനായി എന്നുള്ളത് ഒരു ഫലപ്രദമായ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ്. നമ്മുടെ സംസ്ഥാനത്തെ കർഷകർക്ക് എന്താണ് സർവകലാശാല ചെയ്യുന്ന സഹായം?
നിരവധിയായ പുതിയ വിത്തിനങ്ങൾ അവർ കണ്ടെത്തുന്ന തരത്തിലേക്ക് എത്തി, വികസിപ്പിക്കുന്ന തരത്തിലേക്ക് ദീർഘവർഷങ്ങളുടെ പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് ഒരു വിത്തിനങ്ങളൊക്കെ അവർ കണ്ടെത്തുന്ന തരത്തിലേക്കും എത്തുന്നത്. അത് വളരെ വലിയൊരു അഭിമാനകരമായ നേട്ടം കേരളത്തിൻ്റെ കാർഷിക സർവകലാശാലയ്ക്ക് നേടാനായി. ബജറ്റിനകത്ത് തന്നെ ആദരണീയനായ ധനകാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞിരുന്നു, കാർഷിക സർവകലാശാലയുടെ വൈൻ പദ്ധതിക്ക് പിന്തുണ കൊടുക്കുന്നു, അംഗീകാരം നൽകുന്നു എന്ന് പറഞ്ഞു. സാധാരണഗതിയിൽ കേരളത്തിലേക്ക് എത്തുന്ന വൈൻ, ഞാൻ മനസ്സിലാക്കുന്നത്, എനിക്കെനിക്ക് വലിയൊരു ധാരണയിൽ മുന്തിരിങ്ങയിൽ നിന്നുള്ള വൈനാണ് സാധാരണഗതിയിൽ കേരളത്തിലേക്ക് എത്തുന്നത് എന്നാണ്. എന്നാൽ ഞങ്ങളുടെ സർവകലാശാല ഇതിനകത്ത് നിന്ന് മുന്തിരിങ്ങ മാത്രമല്ല, വാഴപ്പഴം, പൈനാപ്പിൾ, കശുമാങ്ങ, ചക്കപ്പഴം, ഞാവൽ, ജാതിക്കയുടെ തോട്, സാധാരണഗതിയിൽ ജാതിക്കയുടെ തൊണ്ട് ജാതിക്ക എടുത്ത ശേഷം ഉപേക്ഷിക്കാറാണ്. ഇതെല്ലാം ഏറ്റവും മെച്ചപ്പെട്ട വൈൻ ഉണ്ടാക്കാൻ പറ്റുന്ന ഇനങ്ങളാണെന്നുള്ളതിൻ്റെ പേരിൽ ഈ 6 ഇനങ്ങളിൽ നിന്നുള്ള വൈൻ ഉൽപ്പാദിപ്പിക്കാനാണ് സർവകലാശാല അത് സജ്ജമാക്കിയിരിക്കുന്നത്. അത് നിള എന്ന പേരിൽ വിപണിയിലിറക്കാൻ സർവകലാശാലയ്ക്കായിരുന്നു. വൈൻ ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു. 6 ഇനങ്ങളിൽ നിന്ന് അത് കേരളത്തിലെ മാർക്കറ്റുകളിലേക്ക് എത്തിക്കാൻ കഴിയും. കാർഷിക സർവകലാശാലയുടെ കേന്ദ്രത്തിൽ നിന്ന് തന്നെയും അത് കൊടുക്കുന്നതിനുള്ളൊരു സംവിധാനം ഒരുക്കാനാണ് ഞങ്ങൾ ബന്ധപ്പെട്ട ഇതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ എക്സൈസ് വകുപ്പിൻ്റെ കൂടി ഒരു അനുമതിയുടെ അടിസ്ഥാനത്തിൽ അത് നൽകാൻ കഴിയുമെന്നാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. അങ്ങനെ വരുമ്പോഴേക്കും നമ്മുടെ നാട്ടിലെ കർഷകർക്ക് അവർക്ക് ഈ ഇനങ്ങളിൽ നിന്ന് വിളവെടുപ്പാനന്തര നഷ്ടം കുറച്ച് ഒരു പുതിയ ഉൽപ്പന്നമുണ്ടാക്കി നമുക്ക് ലോകത്തിൻ്റെ മുമ്പിലേക്ക് ഇതിനെ എത്തിക്കാൻ കഴിയുമെന്നുള്ള പറഞ്ഞത് ഇതെല്ലാം കാർഷിക സർവകലാശാല നേടിയ നേട്ടങ്ങളുടെ ഭാഗമായിട്ടാണ്. സാർ, അവിടെ നമുക്ക് ഡ്യുവൽ ഡിഗ്രി എന്നുള്ള കാര്യത്തിലേക്ക് നീങ്ങി. വിദേശ സർവകലാശാലകളുടെ കാര്യമെല്ലാം പറയുമ്പോൾ നമ്മുടെ സർവകലാശാല വളരെ മോശമാണെന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ സർവകലാശാലയായിട്ട് ആസ്ട്രേലിയയിലെ സർവകലാശാലകളുമായി ധാരണ വെച്ചിട്ട് നമ്മുടെ വിദ്യാർത്ഥികൾ ഇപ്പോൾ അവിടെ പഠിക്കണം, അവസാനത്തെ സെമസ്റ്റർ നമ്മൾ അവിടെ പഠിക്കുകയാണ്. അപ്പോൾ അവിടെയും ഡിഗ്രി ലഭ്യമാകുന്ന തരത്തിലേക്ക് എത്തും, ഇവിടെയും ഡിഗ്രി ലഭ്യമാകുന്ന തരത്തിലേക്ക് ഡ്യുവൽ ഡിഗ്രി എന്ന പദവിയിലേക്ക് നമ്മൾ അങ്ങനെ ഒരു പരിപാടി കൊണ്ടുവരികയും ഈ അണ്ടർ ഗ്രാജുവേറ്റ് വിദ്യാർത്ഥി അത്തരമൊരു പരിപാടി നടപ്പിലാക്കുന്ന ഒരു സർവകലാശാലയായി കേരളത്തിലെ കാർഷിക സർവകലാശാല മാറുകയും ചെയ്തു. നമ്മുടെ കൃഷി ഉദ്യോഗസ്ഥന്മാർ കൂടുതലായി ഈ സമയം ചെലവഴിക്കേണ്ടത് കൃഷിയിടങ്ങളിലാണ്, അല്ലാതെ ഓഫീസുകളിൽ ഒന്നുമല്ല. കർഷകർക്ക് സേവനം കൂടുതൽ മെച്ചത്തിൽ ലഭ്യമാവണം. ഇവിടെ സ്മാർട്ട് കൃഷിഭവനുകളെക്കുറിച്ച് പറഞ്ഞു. സ്മാർട്ട് ആവേണ്ടത് സേവനമാണ്, സ്മാർട്ട് ആവേണ്ടത് കെട്ടിടം സ്മാർട്ട് ആയതുകൊണ്ടോ കമ്പ്യൂട്ടർ സംവിധാനമാക്കിയതുകൊണ്ടോ കഥയില്ല. അപ്പോൾ കൂടുതലായി കൃഷി കാര്യങ്ങൾ പഠിച്ച ഉദ്യോഗസ്ഥർ ഫീൽഡിലേക്ക് എത്തണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളും അതിനനുസരിച്ച് സംവിധാനം ഉണ്ടാക്കിയത്. കൃഷി വകുപ്പ് അതോടൊപ്പം തന്നെ മണ്ണ് പര്യവേഷണ മണ്ണ് സംരക്ഷണ വകുപ്പ്, കാർഷിക സർവകലാശാല പൂർണ്ണമായും അത് ഈ ഓഫീസ് സംവിധാനത്തിലേക്ക് മാറിക്കഴിഞ്ഞു. കൃഷിഭവൻ മുതൽ വകുപ്പിൻ്റെ ഡയറക്ടറേറ്റ് വരെയും പൂർണ്ണമായി ഈ ഓഫീസ് സംവിധാനത്തിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന കാര്യം പറയുന്നത്. കൂടുതലായി ഇവർക്കെല്ലാവർക്കും ഈ തരത്തിൽ കൃഷിയിടങ്ങളിൽ സേവനം നൽകുന്ന തരത്തിലേക്ക് എത്താൻ കഴിയും. സാർ, നമ്മളുണ്ടാക്കിയ ഞങ്ങളുടെ ഒരു കതിർ ആപ്പുണ്ട്. സാധാരണ ഒരു 25 കൊല്ലം മുമ്പ് ആപ്പെന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും പാര വെക്കുക എന്നുള്ളതായിരുന്നു അതിൻ്റെ അർത്ഥം. കാലം മാറിയപ്പോഴേക്കും ആപ്പിൻ്റെ അർത്ഥവും മാറി. ഞാനൊരു ആപ്പ് തയ്യാറാക്കി എന്ന് പറഞ്ഞാൽ ആരെ ഉപദ്രവിക്കാനാണ് എന്നായിരിക്കും ആദ്യം ചോദിക്കുക. ഇപ്പോൾ ഒരു ആപ്പ് തയ്യാറാക്കിയതെന്നാൽ 2 സന്തോഷപൂർവ്വമാണ് ഇതിലും കണക്കാക്കുന്നത്. ഞങ്ങളുടെ ഒരു ആപ്പുണ്ട്. കേരളത്തിൽ 2 ആപ്പുകളാണ് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടത് ഏറ്റവും മെച്ചമായി അല്ലെങ്കിൽ ഉയർന്ന ആളുകൾ ഏറ്റവും കൂടുതൽ അംഗങ്ങളായതും അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്ന പങ്കാളികളായിട്ടുള്ളത്. ഒന്ന് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെതാണ്, മറ്റൊന്ന് പോൾ ആപ്പാണ് കേരള പോലീസിൻ്റെത്. കതിർ ആപ്പ് 8 മാസമായിട്ടേ ഉള്ളൂ. ഇപ്പോൾ ഏതാണ്ട് 5 ലക്ഷത്തിന് മുകളിലേക്ക് അതെത്താൻ കഴിഞ്ഞു. വരുന്ന ഒരു വർഷക്കാലത്തിനിടയിൽ തന്നെ കേരളത്തിലെ മുഴുവൻ കർഷകരെയും ഇതിനകത്തെ അംഗങ്ങളാക്കണമെന്നാണ്. ചുരുങ്ങിയ സമയം കൊണ്ട് കർഷകർ അതിനെ നല്ലവണ്ണം സ്വീകരിച്ചു. കർഷകർക്കുള്ള സേവനം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ കാര്യം വരുന്നത്. അവർക്കൊരു ലോൺ എടുക്കുന്ന കാര്യത്തിലായാൽ, അവർക്കൊരു ആനുകൂല്യം കിട്ടുന്നതായാൽ, ഇൻഷുറൻസിൻ്റെ ആനുകൂല്യം ഉൾപ്പെടെ കിട്ടുന്നതായാൽ എല്ലാം വളരെ വേഗത്തിൽ തന്നെ ലഭ്യമാകുന്നതിനും സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട ഒരു ആനുകൂല്യത്തിന് അല്ലെങ്കിൽ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷ ഓരോ തവണയും അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടി കൃഷിഭവനുകളിലേക്ക് പോവുക, ആ പരിപാടിയെല്ലാം എന്നേക്കുമായി മാറുകയാണ്. കതിർ ആപ്പിൻ്റെ അത് പൂർണ്ണ സജ്ജമാകുമ്പോഴുകൂടി അത് വലിയ മെച്ചം നമ്മുടെ നാട്ടിലെ കർഷകർക്ക് ഉണ്ടാകുന്ന തരത്തിലേക്ക് എത്തും. സർ, കേരള ഗ്രോയെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു. കൃഷി എന്നത് ഒരു ജനകീയ പരിപാടിയാക്കി നമുക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളും കൃഷിയിലേക്കെന്നുള്ളതും കൃഷി സമൃദ്ധി പദ്ധതിയുമെല്ലാം വന്നത്. ആ പദ്ധതി വലിയ വിജയമായതിൻ്റെ അടിസ്ഥാനത്തിലാണ് പച്ചക്കറിയുടെയും മറ്റും കാര്യത്തിൽ വലിയ ഉൽപ്പാദനത്തിൽ വർധനമുണ്ടായത്, പഴവർഗ്ഗങ്ങളുടെ കാര്യത്തിൽ ഉൽപ്പാദനത്തിൽ വർധനമുണ്ടായത്. അതിന് തുടർച്ചയായിട്ടാണ് നമ്മൾ നിരവധിയായ പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയത്. ഫ്രൂട്ട് ഹബിനെ കുറിച്ചെല്ലാം സൂചിപ്പിക്കുകയുണ്ടായി. കൂടുതൽ മേഖലകളിലേക്ക് പഴവർഗ്ഗങ്ങളുടെ കൃഷി വ്യാപിപ്പിക്കാനുള്ള ശ്രമത്തിലേക്കാണ് ഞങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇനി എത്ര സമയം? ഞാനൊരു 3-4 മിനിറ്റ് കൊണ്ട് നിർത്തിയാൽ പഴവർഗ്ഗങ്ങളുടെ കൃഷി വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിലേക്ക് നീങ്ങുന്നത്. നമ്മുടെ ഒരുപാട് മേഖലകൾ നമുക്കിന്ന് ഈ പഴവർഗ്ഗങ്ങളുടെ കൃഷി ചെയ്യാൻ അനുയോജ്യമായ ഇടങ്ങളുണ്ട്. ചില നിയമങ്ങളുടെയും മറ്റും ചില പ്രശ്നങ്ങളെല്ലാം ചൂണ്ടിക്കാണിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം പരിഹരിച്ചുകൊണ്ട് അതിനകത്ത് പരമാവധി ഇടങ്ങളിൽ പഴവർഗ്ഗ കൃഷി വ്യാപിപ്പിക്കുക എന്നുള്ളതാണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. അതിനാവശ്യമായ ഇടപെടലെല്ലാം ഉണ്ടാവും.
ഈ പ്രവർത്തനങ്ങളെല്ലാം ഒരു സോഷ്യൽ ഓഡിറ്റിംഗ് ഞങ്ങൾ 14 ജില്ലകളിലും അതിൻ്റെ ഭാഗമായി തയ്യാറാക്കി 84ഓളം കൃഷിഭവനുകളെ സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാക്കി. എല്ലാവരുടെയും ഒരു ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാവണം എന്ന് പറഞ്ഞു. കൃഷിഭവനുകളെ ഞങ്ങൾ റാങ്കിങ്ങിലേക്ക് കൊണ്ടുവരാൻ പോവുകയാണ്. ഇത്തരത്തിലെല്ലാം ഒരു ഇടപെടൽ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിൻ്റെ കാർഷിക മേഖല ഇതിൻ്റേതായ ഒരു വളർച്ച രേഖപ്പെടുത്താൻ കഴിഞ്ഞത് എന്നുള്ളതും പ്രത്യേകമായി പറയേണ്ടുന്ന കാര്യം തന്നെയാണ്. കേരളത്തിൻ്റെ കാർഷിക മേഖല ഒരു വളർച്ചയുടെ പാതയിൽ തന്നെയാണ് മുമ്പോട്ടേക്ക് നീങ്ങുന്നത്. എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കഴിഞ്ഞ 10 വർഷക്കാലത്തെ കണക്ക് റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ 10 വർഷക്കാലത്തെ കാർഷിക മേഖല വളർച്ചയിൽ ഏറ്റവും കൂടുതൽ പുരോഗതി കൈവരിച്ച വർഷമാണ് 2023-24. 4.65% വളർച്ച നമുക്ക് നേടാനായി എന്നുള്ളതാണ്. സാർ, അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഇതേ സമയത്ത് തന്നെ 23-24 കാർഷിക മേഖലയുടെ വളർച്ച 2.1% മാത്രമായിരിക്കുമ്പോഴാണ് നമുക്ക് ഇവിടെ 4.65% വളർച്ചയിലേക്ക് എത്താൻ കഴിഞ്ഞത്. കേരളത്തിൽ തന്നെയും ഒരു 10 വർഷത്തിന് മുമ്പ് എടുക്കുമ്പോൾ മൈനസിൽ നിന്ന ഒരു കാലം കൂടി ഉണ്ടായിരുന്നു. ഞാൻ മറ്റു വിശദാംശങ്ങളിലേക്ക് കടക്കുകയല്ല. അത് എല്ലാം കണക്കിലെടുക്കുമ്പോൾ നമുക്കൊരു നല്ല വളർച്ചയിലേക്ക് എത്താൻ കഴിഞ്ഞു എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. സാർ, ഇവിടെ ചില ബഹുമാനരായ അംഗങ്ങൾ പറഞ്ഞ കാര്യമാണ്, നമ്മൾ ചെയ്യുന്നതിനെല്ലാം മോശപ്പെടുത്തി പറയുന്ന തരത്തിലേക്ക് ഉണ്ട്. ഞാൻ എൻ്റെ ആദരണീയനായ ബഹുമാനായ സുഹൃത്ത് ശ്രീ കുറുക്കോളി മൊയ്തീൻ, അദ്ദേഹമാണെങ്കിൽ ഒന്നും നടക്കുന്ന കുറേ പേരുകൾ മാത്രമേ പറയുന്നുള്ളൂ. പ്രത്യേകിച്ച് ഇന്നലെ പറഞ്ഞതുപോലെ തന്നെയും ഈ പരിശുദ്ധ റമദാൻ മാസത്തിൽ ഇങ്ങനെ നിന്ന് നമ്മൾ പറയാൻ പാടില്ലാത്തതാണ് എന്നാണ് എനിക്ക് അങ്ങോട്ട് പറയാനുള്ളത്. ഞാൻ അങ്ങേ ഒരിക്കലും ഒരു മുനാഫിക്കാണെന്ന് ഞാൻ അങ്ങയെക്കുറിച്ച് ഒരിക്കലും പറയില്ല. അങ്ങാതാവാതിരിക്കട്ടെ എന്നാണ് എൻ്റെയും ആഗ്രഹം. അങ്ങനെ ഒരിക്കലും അങ്ങനെ നമുക്ക് ഉള്ള കാര്യങ്ങൾ ഇല്ല എന്നൊരിക്കലും പറയാൻ വരരുത്. അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവർ നല്ലത് പറയട്ടെ, അല്ലെങ്കിൽ അവർ മിണ്ടാതിരിക്കട്ടെ എന്നാണ് വിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഒരിക്കലും നല്ലത് പറയുക എന്നുള്ളത് അല്ലെ പിന്നെ മിണ്ടാതിരിക്കുക എന്നുള്ളതാണ്. ഉള്ള കാര്യങ്ങൾ പറയേണ്ട അത്യന്താപേക്ഷിതമാണ്. ഒരു കാര്യവും നടക്കുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞു പോകുന്നത് ശരിയായ കാര്യമല്ല. സാർ, ഇവിടെ വെറ്റില കൃഷിയുടെ കാര്യമുണ്ട്. വെറ്റില കൃഷിക്ക് വേണ്ടി അതിൻ്റെ മൂല്യവർദ്ധനവിന് വേണ്ടി സഹായമൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. സാർ, ഇന്നിത് പാസ്സാക്കുന്ന ഡിമാൻഡിനകത്ത് തന്നെ 50 ലക്ഷം രൂപയാണ് മലപ്പുറത്ത് പോലുള്ള ഇടങ്ങളിലെ വെറ്റില കൃഷിക്ക് വേണ്ടി പ്രത്യേകമായി നീക്കിവെച്ചിരിക്കുന്നതെന്ന് ഞാൻ പറയുന്നു. ഇതിനകത്ത് ഈ ഡിമാൻഡിനകത്തുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഡിമാൻഡ് അംഗീകരിക്കാൻ പിന്തുണയ്ക്കുന്നതെന്ന് പറയേണ്ടായിരുന്നു. വെറ്റില കൃഷിക്ക് വേണ്ടി 50 ലക്ഷം. വെറ്റിലയിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് SFSC കാർഷിക സർവകലാശാലയുമായി ചേർന്ന് ട്രെയിനിങ് നടത്തി. അതുപോലെ ഐസ്ക്രീം, യോഗട്ട് എന്നിവ നിർമ്മിക്കുന്നതിന് പരിശീലനം നൽകി. വെറ്റിലയുടെ എക്സ്ട്രാക്ട് എടുത്ത് വിപണനം ചെയ്യുന്നതിന് ബിസിനസ് പ്ലാൻ തിരൂർ ബീറ്റിൽ ലീഫ് FPC പ്രപ്പോസൽ സമർപ്പിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് ചർച്ചകൾ നടന്നു വരുന്നത്. ടെക്നിക്കൽ ഇവാലുവേഷന് ശേഷം SFACയുടെ സാമ്പത്തിക സഹായം, SFAC സംസ്ഥാന സർക്കാരിൻ്റെയാണ്, സാമ്പത്തിക സഹായം ആ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിക്ക് നൽകുന്നതിനാണ് ഞങ്ങൾ ആലോചിച്ചിട്ടുള്ളത്. എനിക്ക് 2 മിനിറ്റ് മതി. തീരുമാനിച്ചിട്ടുള്ളതെല്ലാം സാർ, ചില കുടിശ്ശികൾ നമുക്കുണ്ടായിരുന്നു. ഈ സർക്കാർ വരുമ്പോൾ കുറേയേറെ കുടിശ്ശികളുണ്ടായിരുന്നു. ആ കുടിശ്ശികളെല്ലാം ഇപ്പോൾ ഞങ്ങൾക്ക് പ്രകൃതിക്ഷോഭത്തിൻ്റെ കുടിശ്ശിക ഉണ്ടായിരുന്നു. 83 കോടിയോളം രൂപ കൂടി ആ കുടിശ്ശിക ഉൾപ്പെടെ കൊടുത്തു തീർത്തിട്ടുണ്ട്. ഈ സർക്കാർ ഇതുവരെയാണ്ട് 112 കോടി രൂപ അതിനായിട്ട് ഇനി കൊടുത്തു തീർത്തിട്ടുണ്ട്. ഇനിയും കൊടുക്കാൻ 60 കോടിയോളം രൂപയുണ്ട്. ഇന്ന് പാസ്സാക്കുന്ന ഇതിൻ്റെ ഭാഗമായിട്ട് 7.5 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബഹുമാന്യനായ ധനകാര്യ വകുപ്പ് മന്ത്രി ബജറ്റിൻ്റെ സമാപന പ്രസംഗത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി, ഇതിനകത്ത് പ്രത്യേകമായ പരിഗണന ഉണ്ടാവും, അതെല്ലാം കൊടുത്തു തീർത്ത് നടപടികൾ സ്വീകരിക്കും എന്ന് പറയുകയുണ്ടായി. സർ, കേന്ദ്ര സംസ്ഥാന വിഹിതം പോലുള്ള MIDH പദ്ധതി പ്രകാരം ഉള്ള നടപടികൾ വെറ്റില കൃഷിക്ക് ഇപ്പോൾ തന്നെ 80 ഹെക്ടർ സ്ഥലത്ത് 40,000 രൂപ പെർ ഹെക്ടർ എന്ന സ്ഥലത്ത് SHM മുഖേന, സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ മുഖേന അവിടെ പണം നൽകിയിട്ടുണ്ട് എന്ന കാര്യം കൂടി അറിയിക്കുന്നു. പിന്നെ ഇതോടൊപ്പം തന്നെ പറയാനുള്ളത് നമുക്ക് കാസർഗോഡ് ജില്ലയിലെ കവുങ്ങിൻ്റെ കാര്യമാണ്. ഇവിടെ നേരത്തെ ശ്രീ എന്നെ നെല്ലിക്കുന്ന ആദരണീയനായ ശ്രീ എന്നെ നെല്ലിക്കുന്നും ഇക്കാര്യത്തെക്കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. KAU കർഷകർക്കായിട്ട് അതിനോട് സെമിനാർ നടത്തിയിരുന്നു. ഫീൽഡിൽ പോയി കർഷകർക്ക് പരിഹാര നിർദ്ദേശങ്ങളും അതിൻ്റെ ഭാഗമായിട്ട് നൽകുകയുണ്ടായി. അതോടൊപ്പം തന്നെ അഗ്രോ ക്ലിനിക്കുകൾ അവിടെ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. 12, 13, 14, 15 തീയതികളിലായിട്ട് തിരുമേനി, കുഞ്ഞുമംഗലം, കടുമേനി, മഞ്ചേശ്വരം എന്നിവിടങ്ങളിൽ ഇക്കാര്യത്തിനകത്തൊരു അഗ്രോ ക്ലിനിക്കുകൾ നടത്തുന്നുണ്ട്. ഞാൻ അവസാനിപ്പിക്കുന്നു സാർ. ഈ പ്രവർത്തനങ്ങളെല്ലാം നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് അത്യന്താപേക്ഷിതമായ കാര്യമാണ്. നമ്മുടെ കേരളത്തിൻ്റെ കാർഷിക മേഖലയിൽ കൃഷി നൽകുന്ന സൗഭാഗ്യം തിരിച്ചറിയുന്നവരുടെ എണ്ണം കൂടി. സാർ, ഈ സഭയിലെ ഒരു അംഗം ആദരണീയനായ ശ്രീ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് മലപ്പുറത്തൊരു മീറ്റിങ്ങിൽ ഞാനും കൂടി പങ്കെടുത്തൊരു മീറ്റിൽ അദ്ദേഹം പറഞ്ഞത് കർഷക ശ്രീയിൽ കഴിഞ്ഞ ഒക്ടോബറിൽ വന്നിരുന്നു. അദ്ദേഹം പറഞ്ഞു നക്ഷത്രത്തെക്കാൾ തിളക്കമുള്ള കൃഷി എന്നാണ് അദ്ദേഹം പറഞ്ഞ. ജീവിതത്തിൻ്റെ വേഗം കുറയുന്ന ഈ കാലത്ത് ആസ്വദിക്കാൻ പറ്റിയ ജോലി കൃഷി തന്നെയാണ്. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു, കൃഷി നൽകുന്ന സൗഭാഗ്യം തിരിച്ചറിയുന്നവരുടെ എണ്ണം കൂടി വരുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വലിയ പ്രതിഫലം ലഭിക്കുന്ന IT മേഖലയിലുള്ളവർ പോലും
കൃഷിയിൽ മുതൽ മുടക്കാൻ താല്പര്യം കാണിക്കുന്ന കാലമാണിത്. അങ്ങ് ആ യാഥാർത്ഥ്യം ഒന്ന് മനസ്സിലാക്കണം. നമ്മുടെ മുമ്പിൽ ഈ പ്രസിഡന്റ് ഉള്ളപ്പോൾ നമുക്ക് വേണ്ടത് നമ്മളെല്ലാവരും കൂടി ചേർന്ന് ഈ മേഖലയെ എല്ലാ പിന്തുണയും പിൻബലം കൊടുക്കുക എന്നുള്ളതാണ്. അത് ശ്രീ PC വിശ്വനാഥ് പറഞ്ഞ കുട്ടി കർഷകരുടെ കാര്യം മാതൃകാപരമായ കാര്യമാണ്. കേരളത്തിലെ മുഴുവൻ മണ്ഡലങ്ങളിലേക്കും നമുക്കതിനെ എത്തിയാൻ കഴിയും. സാർ, നെല്ലുമായി ബന്ധപ്പെട്ട് പറഞ്ഞോട്ടെ, അതേ ഒരു കൃഷിക്കാരനാണ്, കർഷക സംഘത്തിന്റെ നേതാവാണ് അവരുടെ. സാർ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നുമല്ല മന്ത്രി മറുപടി പറഞ്ഞു. ഒറ്റ ഇതില് മന്ത്രി വേറെ സ്ഥലത്ത് തപ്പുന്നു, യാഥാർത്ഥ്യം വേറെ കിടക്കുന്നു. ഞാൻ പറഞ്ഞ എന്താ, നാളികേര സംഭരണം മുടങ്ങി 17 മാസമായിട്ട്. 17 മാസമായി നാളികേരം സംഭരിച്ചതിന് വില കൊടുത്തിട്ടില്ല. അതേപോലെ തന്നെ നെല്ല് സംഭരണം കൃത്യമായി നടക്കുന്നില്ല. വ്യക്തിയുടെ കാര്യം ഞാൻ വ്യവസായ മന്ത്രിയുടെ ഒരു പ്രസ്താവനയുമായി ബന്ധപ്പെട്ടാണ് പറഞ്ഞത്. വ്യവസായ വകുപ്പ് എന്താണ് ആവിഷ്കരിച്ചിട്ടുള്ളത്, ഇതിന് മറുപടി പറയാം. ഈ കേന്ദ്രം നാളികേര സംഭരണം എങ്ങനെയാണ്? നാളികേരത്തിന്റെ സംഭരണം, നാളികേരത്തിന്റെ വില നിശ്ചയിച്ചതിനേക്കാൾ കുറഞ്ഞ ഒരു അവസരത്തിലാണ് നാളികേരത്തിന്റെ സംഭരണം നടക്കുന്നത്. എവിടെയെങ്കിലും നാളികേരങ്ങളുണ്ടെങ്കിൽ സംഭരിക്കാൻ സർക്കാർ എപ്പോഴും സന്നദ്ധമാണ്. വാഹനങ്ങൾ വാഹനങ്ങളിൽ വരെ ഈ ഗവൺമെന്റിന് ശേഷം വാഹനങ്ങളിൽ വരെ നാളികേരം സംഭരിക്കാനുള്ള സംവിധാനം ഒരുക്കി നാളികേരം സംഭരിച്ചു. പൈസ കൊടുത്തു തീർക്കാനുള്ള പ്രശ്നം ഉണ്ടാവും. അത് കൃത്യമായെന്നോണം കുടിശ്ശികയല്ല നമ്മൾ കൊടുത്തു തീർക്കും. ഒരു കാര്യത്തിലും ആ കുടിശ്ശികയായിട്ട് മുമ്പോട്ട് പോവുകയില്ല. കർഷകർ കൊടുക്കാനുള്ള കുടിശ്ശികയ്ക്കകത്തൊന്നും ഒരു പ്രതിസന്ധിയും പ്രയാസവും ഉണ്ടാവില്ല. നെല്ലിന്റെ കാര്യത്തിൽ ഈ പറഞ്ഞതുകൊണ്ടാണ് നെല്ല് സംഭരണത്തിന്റെ കാര്യത്തിനകത്ത് ഇന്ന് തന്നെയും നമ്മുടെ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി മില്ലുകളുടെ യോഗം ചേർന്നു. അങ്ങ് ഇഗ്നോർ ചെയ്തോ മിനിസ്റ്റർ, പ്ലീസ് നേരെ ഇങ്ങോട്ട് നോക്കിയാൽ മതി. ഇങ്ങോട്ട് നോക്കി സംസാരിച്ചാൽ മതി. സാർ, ഇന്ന് തന്നെയും സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി എൻ്റെ കുറുക്കോളി സാഹിബെ 4 മാസമായിട്ടില്ലെങ്കിൽ നാളികേരത്തിന് വില എപ്പോൾ കുറഞ്ഞോ അപ്പോഴെല്ലാം നാളികേരം സംഭരിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇല്ല നിങ്ങൾ ഈ സംഭരിച്ചുകൊണ്ടാണല്ലോ കിട്ടാൻ പൈസ ഉണ്ടെന്ന് പറഞ്ഞതും. അപ്പോൾ പിന്നെ നെല്ല് സംഭരണത്തിന്റെ കാര്യത്തിൽ മില്ലുകളുടെ യോഗം ഇന്ന് അടിയന്തരമായി സിവിൽ സപ്ലൈസ് ആണ് നെല്ല് സംഭരിക്കുന്നുള്ളതുകൊണ്ട് മില്ലുകളുടെ യോഗം ചേർന്നു. ആ മില്ലുകളുമായി ബന്ധപ്പെട്ട കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടി യോഗം ചേർന്നു. ജനപ്രതിനിധികളുണ്ടായിരുന്നു. 14-ന് മില്ലുകളുടെ യോഗം ചേർന്നിട്ടുണ്ട്. നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് കർഷകർക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന ഒരു കാര്യങ്ങളും ഉണ്ടാവില്ല. അവിടെയും ഒരു കാര്യം മനസ്സിലാക്കണം, FCI ഒരുപാട് നിർദ്ദേശങ്ങൾ വെക്കുന്നുണ്ട്. എത്ര ശതമാനം പതിര്, എത്ര ശതമാനം കറവൊക്കെ, അത് വലിയ പ്രസിദ്ധി. സാറേ, ഞാൻ അവസാനിപ്പിക്കുന്നു. നമുക്ക് ഈ കാര്യത്തിനകത്ത് എല്ലാവരുടെയും പിന്തുണയും പിൻബലവും വേണം. ഓരോ മണ്ഡലങ്ങളിലും നടപ്പിലാകുന്ന പദ്ധതികളെക്കുറിച്ച് നമ്മുടെ MLA-മാർ കൃത്യമായിട്ട് ഇടപെടണം. സംസ്ഥാന സർക്കാർ അതിനുവേണ്ടി ഒരു പ്രത്യേക സംവിധാനം ഒരുക്കും. എല്ലാ MLA-മാരുടെയും നേതൃത്വത്തിൽ കൃഷി ഓഫീസർമാർ മുതലുള്ളവരുടെ യോഗങ്ങൾ ഏപ്രിൽ മെയ് മാസങ്ങളിലായി ചേരുന്നതിനാണ് നിശ്ചയിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പങ്കാളിത്തത്തോടെ നിങ്ങൾ നേതൃത്വം കൊടുത്ത യോഗങ്ങൾ ചേരുകയും മണ്ഡലങ്ങളിലെ കാര്യങ്ങൾ അവലോകനം ചെയ്യുകയും വേണം. അതിനൊരു അഡീഷണൽ ഡയറക്ടർക്ക് പ്രത്യേകമായി തിരുവനന്തപുരത്ത് ചുമതല കൊടുക്കും. കൃത്യമായ എന്നവണ്ണം ഓരോ മാസങ്ങളിലും യോഗങ്ങൾ ചേർന്ന കാര്യങ്ങൾ മന്ത്രി അടക്കമുള്ളവർ വിലയിരുത്തൽ നടത്തും. ഒരു ജനകീയ ഇടപെടൽ സാധ്യമാക്കി കൃഷി സമൃദ്ധിയും അതോടൊപ്പം തന്നെ സമഗ്രമായ പച്ചക്കറി ഉൽപ്പാദന യജ്ഞവും കൊണ്ടുവരണം. വിഷം കഴിക്കുന്ന അവസ്ഥയിലേക്ക് നമുക്ക് ഒരിക്കലും പോകാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ട് ആ കാര്യത്തിൽ ഇടപെടൽ ഉണ്ടാവണമെന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഈ ധനാഭ്യർത്ഥന ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവരുടെയും ആ വിലപ്പെട്ട എല്ലാ നിർദ്ദേശങ്ങളും ശ്രീ കുറുക്കോളി വൈദ്യൻ അടക്കമുള്ളവർ നൽകിയ വിലയേറിയ നിർദ്ദേശങ്ങളെ പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കും. എവിടെയെങ്കിലും പോരാൽ ചൂണ്ടിക്കാണിച്ചാൽ ഇടപെടും. സംഭരണത്തിന്റെ കാര്യത്തിൽ അടക്കം കുടിശ്ശികയുള്ളത് വേഗത്തിൽ കൊടുത്തു തീർക്കുകയും ചെയ്യും എന്ന് പറയുന്നു.